11-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഐശ്വര്യവും സമ്പത്തും നീതിമാന്റെ വീട്ടിൽ ഉണ്ടാകുമെന്ന് എഴുതിയിരിക്കുന്നു. വിശ്വസിക്കാം, നമുക്കും ഐശ്വര്യവും സമ്പത്തിനാലും നിറയാം. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. ദുർവർത്തമാനം എന്നെ ഭയപ്പെടുത്തുകയില്ല, ദുർവർത്തമാനം എന്നെ ഭയപ്പെടുത്തുകയില്ല. എന്റെ ഹൃദയം യേശുവിലെന്നും ആശ്രയിച്ചുറച്ചിരിക്കും, എന്റെ ഹൃദയം യേശുവിലെന്നും ആശ്രയിച്ചുറച്ചിരിക്കും. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. അവനെന്റെ തലയെ ഉയർത്തും ശത്രുക്കൾക്കുമീതെ, അവനെന്റെ തലയെ ഉയർത്തും ശത്രുക്കൾക്കുമീതെ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ജയത്തെക്കുറിച്ചിട്ടാണ്. ജയം ആഗ്രഹിക്കാത്ത ആരും തന്നെ ഇല്ല. എല്ലാവർക്കും എവിടെയും ജയിക്കുന്നത് ഇഷ്ടമാണ്. എന്നാൽ ചില വ്യക്തികൾക്ക് ജയത്തിൻ്റെ മനോഭാവമില്ല. ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ അത് ജയിക്കുമോ, അത് തനിക്ക് സാധിക്കുമോ എന്ന് ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയത്തില്ല. ഏത് കാര്യത്തിലും ടെൻഷനാണ്. താൻ ആയിരിക്കുന്ന തൻ്റെ ലൈഫിൽ വന്ന പരാജയം തൻ്റെ ജയത്തെ ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് തന്നെ ആക്കിയിരിക്കുകയാണ്. എന്നാൽ എവിടെയൊക്കെയാണോ പരാജയപ്പെട്ടത് അവിടെ തന്നെ ജയത്തോടെ മുൻപേറുവാൻ സഹായിക്കുന്ന ഒരു കർത്താവ് നമ്മളോടൊപ്പമുണ്ട്. ദൈവജനം അതാണ് പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി ജയത്തിലാണ് ആയിരിക്കുന്നത്. ആ വ്യക്തിക്ക് തോൽക്കാൻ കഴിയത്തില്ല എന്നാണ് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ജയത്തിൻ്റെ മനോഭാവത്തിൽ ജീവിച്ചാട്ടെ. ദൈവജനം പഠിപ്പിക്കുന്നത് എന്താണോ അത് എപ്പോൾ ഞാൻ വിശ്വസിച്ച് കൺഫസ് ചെയ്യുന്നോ ആ സമയം മുതൽ അത് നമ്മുടെ ലൈഫിൽ അനുഭവിക്കാനായി തുടങ്ങും. നിങ്ങൾ ആരും ഒരു പരാജയമല്ല, നിങ്ങൾ ജയത്തിലാണ് ആയിരിക്കുന്നത്. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നു ഞാൻ 2-3 വർഷമായിട്ട് കണ്ടിന്യൂസ് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ജയം. എന്നെ സ്വാധീനിച്ചൊരു വിഷയമായിരുന്നു. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയി ഞാൻ പഠിപ്പിക്കുമായിരുന്നു. നിങ്ങൾക്കും അത് സന്തോഷമായിരുന്നു എന്ന് വിചാരിക്കുന്നു. എന്നാൽ എനിക്ക് തോന്നുന്നു ജയത്തെ പഠിപ്പിച്ച് തീർക്കാൻ കഴിയുന്നില്ല എന്നുള്ള സങ്കടം എൻ്റെ ഉള്ളിലുള്ളത്. എന്ന് പറയുമ്പോഴും എനിക്ക് തോന്നും ഇന്നലെ പറഞ്ഞതിനേക്കാൾ അപ്പുറത്ത് ചിലതും കൂടെ പറയാനുണ്ട്. ഇന്ന് പറയുന്നതിനേക്കാൾ ഒരുപക്ഷെ നാളെ ചിലതും കൂടെ പറയാൻ കാണും എന്ന് ഞാൻ ചിന്തിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നത്. സോ ഇനി ഞാൻ പ്രസംഗിക്കുന്നത് ജയത്തെക്കുറിച്ചാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായുമാണ്. എന്നാൽ ജയത്തിൻ്റെ ഹിൻഡ്രൻസുകളാണ് ഇനി ഞാൻ ചിന്തിക്കാൻ പോകുന്നത്. ജയത്തിൻ്റെ തടസ്സങ്ങൾ. സത്യത്തിൽ ക്രിസ്തീയ വിശ്വാസികളായ ആളുകളുടെ ഉള്ളിൽ ജയം എന്നത് വാസ്തവത്തിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു കാര്യമല്ല. കാരണം നമ്മൾ കേട്ടതും വളർന്നതുമായ കാര്യങ്ങൾ ഒരു ഉയർച്ചയുണ്ടെങ്കിൽ ഒരു താഴ്ചയുണ്ട്,
ഒരു കുന്നുണ്ടെങ്കിൽ ഒരു താഴ്വാരമുണ്ട് എന്ന് പറഞ്ഞ ഉയർച്ച ചാർച്ചകളുടേതാണ് ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ സാധാരണ ജീവിതം എന്ന് നമ്മുടെ തലയിൽ എവിടെയോ ഫിക്സായി ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു പലപ്പോഴും ആളുകൾക്ക് ജയം ചിന്തിക്കാൻ പോലും സാധാരണയിൽ കഴിയുന്നില്ല. എൻ്റെ കാര്യം ഞാൻ പറയാം, എനിക്ക് തോൽവി ചിന്തിക്കാൻ അറിയത്തില്ല. അത് എത്ര പേർക്ക് മനസ്സിലായെന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്ക് പരാജയം എങ്ങനെയാ, പരാജയം എന്താണെന്ന് പരാജയപ്പെടുന്ന രീതിയിൽ ചിന്തിക്കാൻ അറിയത്തില്ല. അങ്ങനെ തലയിലോട്ട് വരത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾ ഏതെങ്കിലും പരാജയ വിഷയമായിട്ട് എൻ്റെ അടുത്ത് പോവാ, ഞാൻ ആ വിഷയത്തെ തിരിച്ച് ജയമാക്കി ഞാൻ തിരിച്ചു വിട്ടുതരാം. എന്നാൽ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ജയിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിലും എല്ലായിടത്തും ജയിക്കുമോ എന്നൊരു തോന്നലുണ്ട്. നിങ്ങളൊന്നും മിണ്ടാത്ത ആണെന്നോ അല്ലെന്നോ? എല്ലായിടത്തും നമുക്ക് ഉയരാൻ പറ്റുമോ? അതിന് വേണ്ട ടാലൻറ്റുകൾ വേണ്ടേ? നമ്മളെല്ലാവരും ബേസ് ചെയ്തിരിക്കും നമ്മുടെ ടാലൻറ്റുകൾ, നമ്മുടെ അറിവ്, നമ്മുടെ കഴിവ്, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ കുടുംബ മഹിമകൾ, നമ്മൾ വളർന്ന പശ്ചാത്തലങ്ങൾ, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ. അതിനൊക്കെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മൾ പറയാറുള്ളത് അതിനെല്ലാം ഉണ്ടായെങ്കിലും ഭാഗ്യം കൂടെ വേണം. ഞാൻ വേദവസം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായേ ഭാഗ്യം എന്നൊരു പരിപാടിയോ ബൈബിളിലില്ലെന്ന്. നിങ്ങൾ ആരും അതിനെ കൈയടിച്ചതുപോലുമല്ല. കണ്ടോ, ഈ ചർച്ച വരുന്ന ചിലരെങ്കിലും പ്രാർത്ഥിച്ച് ടിക്കറ്റ് എടുക്കുന്നവരുണ്ട്, ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവരുണ്ട്. എങ്ങനെയാ ഭാഗ്യം വരുന്നതെന്ന് ആർക്കറിയാം? അവർ ഭാഗ്യത്തെ പ്രതീക്ഷിക്കുന്നവരാ. ഞാൻ ഭാഗ്യത്തെ പ്രതീക്ഷിക്കുന്നില്ല. അതിൻ്റെ കാരണം, നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് ഒരു മാവേലേറി, പൊട്ടക്കണ്ണിൻ്റെ മാവേലേറി പോലെയാ, എറിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. എന്നാൽ ഞാൻ ജീവിക്കുന്നത് പൊട്ടക്കണ്ണിൻ്റെ മാവേലേറി പോലെയല്ല, ആ മാവ് തന്നെ ദൈവം എനിക്ക് തന്നിരിക്കുവോ. ആമേൻ. ഞാൻ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നില്ല, ഭാഗ്യം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഞാൻ ചിന്തിക്കുന്നത് ഞാൻ അനുഗ്രഹത്തിലാണ് എന്നാണ്. നിങ്ങൾക്ക് വീണ് കിട്ടാൻ പോകുന്ന ഭാഗ്യത്തെക്കുറിച്ചല്ല, നിങ്ങൾ എന്നും ജീവിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് എനിക്കൊന്ന് പ്രസംഗിക്കാനുള്ളത്. ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചോ? ഞാൻ കറുത്തായിരിക്കുന്നേ, ഞാൻ മോശമുള്ള വീട്ടിലാണ് ജനിച്ചേ, എനിക്ക് വിദ്യാഭ്യാസമില്ല, എൻ്റെ അറിവില്ല, കഴിവില്ല, 100 സാഹചര്യങ്ങൾ പറയുന്ന ആളുകളുടെ നടുവിലാണ് നിങ്ങളും ഞാനും ഇരിക്കുന്നത്. അങ്ങനെ പറയുന്നവരാ ഇതിൽ ഇരിക്കുന്നതിൽ കുറച്ച് പേരെങ്കിലും. എന്നാൽ ആ സാഹചര്യങ്ങളൊന്നുമല്ല നിന്നെ ജയാളിയാക്കുന്നതെന്ന് തിരിച്ചറിയുന്ന ദൈവത്തിന് ബോധ്യമുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അവരോടാണ് ഇനി ഞാൻ പ്രസംഗിക്കുന്നത്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ, ശബ്ദമീർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എനിക്ക് എല്ലാറ്റിനും മാതൃക യേശുവാണ്. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, എനിക്ക് എല്ലാത്തിനും മാതൃക യേശുവാണ്. ഞാൻ യേശുവിനെ ശ്രദ്ധിക്കാറുള്ള ഏക കാര്യം, അവൻ എന്ത് ചെയ്തുവോ അതിനെ കോപ്പിറൈറ്റ് ചെയ്യാനാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങിയത്, അടുത്തിരിക്കുന്ന ആളെ കൈ തട്ടിയിട്ട് പറ, യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങിയത് എവിടെയാണോ മനുഷ്യകുലവും അല്ല മനുഷ്യനും പരാജയപ്പെട്ടത് അവിടെ ജയിച്ചുകൊണ്ടാണ് യേശു തൻ്റെ ശുശ്രൂഷ തുടങ്ങിയത്. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ, ആരെങ്കിലും യേശുവിൽ വിശ്വസിച്ചാൽ, ആരെങ്കിലും യേശുവിൽ രക്ഷിക്കപ്പെട്ടാൽ, യേശുവിനെ അറിഞ്ഞാൽ, ആ അറിഞ്ഞ ആളിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ചിന്ത ഇന്നലെ വരെ എവിടെയാണോ പരാജയപ്പെട്ടിരുന്നത് ആ പരാജയപ്പെട്ടിരുന്നിടത്തു നിന്ന് വിജയത്തിലേക്ക് ആരംഭിക്കണമെന്നാണ് ദൈവത്തിന് ആ വ്യക്തിയെ കുറിച്ചുള്ള ചിന്ത. ഞാനൊന്നും കൂടെ പറയാം, മനുഷ്യകുലം മുഴുവൻ തോറ്റുപോയ സ്ഥലത്ത് നിന്നാണ് യേശു ആരംഭിച്ചത്. ഒരുവൻ തോറ്റു എന്ന് പറയുന്നിടത്ത് യേശു തുടങ്ങി ആ തോറ്റത് എവിടെയാണോ അവിടെ ഞാൻ ജയിച്ചാരംഭിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും യേശുവിൽ വിശ്വസിച്ചാൽ ആ വിശ്വസിക്കുന്നവർക്ക് ഉണ്ടാകേണ്ട പ്രത്യേകത, എവിടാണോ നിങ്ങൾ തോറ്റിരിക്കുന്നത് അവിടെ നിങ്ങൾ ജയിച്ചാരംഭിക്കണം.
ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എങ്കിൽ എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ, നിങ്ങൾ എവിടെയാണോ തോറ്റുപോയത് ആ തോറ്റുപോയടത്തു നിന്ന് തന്നെ ജയാളി ആരംഭിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സ്വർഗത്തേക്ക് നോക്കി ജീവിക്കുക മാത്രമല്ല, ഇവിടെ ജയാളിയായി ജീവിക്കുക കൂടെയാണ്. കൈകളടിച്ച് ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങളുടെ പരാജയങ്ങൾ ജയമായി തീരും, നിങ്ങളുടെ തോൽവികൾ വിജയമായി തീരും. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ പരിഹാസങ്ങൾ ജയമായി തീരും, നിങ്ങളുടെ നിന്ദകളുടെ നടുവിൽ നിങ്ങൾ ജയാളികളായി മാറും. ഇത് നിങ്ങളുടെ സീസണാണ്, ഇത് നിങ്ങളുടെ കാലഘട്ടമാണ്. 2025 ഇന്നലകളിലെ പരാജയത്തിൽ ജീവിക്കാനുള്ളതല്ല. 2025 ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് പടിവെച്ച് കയറുന്ന ഒരു ജനറേഷന്റെ, ഒരു സീസന്റെ കാലഘട്ടമാണെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. യേശു തുടങ്ങിയത് എവിടെയാണോ മനുഷ്യകുലം തോറ്റുപോയത്, എവിടെയൊക്കെയാണോ തോറ്റുപോയത്, എന്തിലൊക്കെയാണോ തോറ്റുപോയത്, അവിടെയൊക്കെ ജയിച്ചുകൊണ്ട് യേശു ആരംഭിച്ചത്. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, എവിടെയൊക്കെയാണോ തോറ്റുപോയത്, എന്തിലൊക്കെയാണോ തോറ്റുപോയത്, എങ്ങനെയൊക്കെയാണോ തോറ്റുപോയത്, അവിടെയൊക്കെയാണ് നീ ജയിക്കേണ്ടത്. Come on, 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 come on. ഞാൻ ജയിക്കാൻ വേണ്ടി ജനിച്ചവനാണ്. ഓ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും രജനീകാന്തിന്റെ പടത്തിന്റെ ഡയലോഗാണ്. അല്ല, ഞാൻ ജയിക്കാൻ വേണ്ടി ജനിച്ചതാണ്. പറ, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ഞാൻ ജനിച്ചത് ജയിക്കാൻ വേണ്ടിയാണ്, ഞാൻ ജനിച്ചത് ജയിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ജയാളിയായി ജീവിക്കുന്ന ഒരാളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട തോൽവിയെ കൊണ്ടുവരുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളാണ് ഞാനിന്ന് ചിന്തിക്കാൻ പോകുന്നത്. കൈകളടിച്ച് കർത്താവിനെ ഇന്ന് സ്തുതിക്കാൻ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിന് 9-ാമത്തെ വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഗോത്രപിതാക്കന്മാർ ജോസഫിനോട് അസൂയപ്പെട്ടു, അവനെ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അവനോട് കൂടിയിരുന്നു, സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. മിസ്രയീം രാജാവായ ഫറവോന് മുമ്പാകെ അവനെ കൃപയും ജ്ഞാനവും കൊടുത്തു. അവനെ മിസ്രയീമിൽ നിന്നും തന്റെ സർവഗ്രഹത്തിനും അധികാരിയായി വെച്ചു. ഒരു വാക്യം കൂടെ വായിക്കാം. 105-ാം സങ്കീർത്തനം 17, 18, 19 വാക്യങ്ങൾ. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, ജോസഫിനെ അവർ ദാസനായി വിറ്റുകളഞ്ഞുവല്ലോ. അടുത്ത വാക്ക്, യഹോവയുടെ വചനം നിവൃത്തിയാകുവോളം അവന്റെ അരുളപ്പാടിനെ അവന് ശോധന വരുവോളം. അടുത്ത വാക്ക്, അവൻ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവർ ഇരുമ്പ് ചങ്ങലയിൽ കൊടുക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് വേർഷൻ വായിക്കുന്നു, ഹിസ് ഫീറ്റ് വെയർ ഹാർഡ് വിത്ത് ദ ഫീറ്റേഴ്സ്, ഹിസ് നെക്ക് വാസ് പുട്ട് ഇൻ എ കോളർ ഓഫ് അയൺ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്ന് ശ്രദ്ധിക്കാവോ, ജോസഫിന്റെ കൈകൾ വിലങ്ങ് കൊണ്ട് ബന്ധിച്ചു, അവന്റെ കഴുത്ത് ഇരുമ്പ് കൊണ്ട് ബന്ധിക്കപ്പെട്ടു. ഇംഗ്ലീഷ് ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ കൈകൾ ബന്ധിക്കപ്പെട്ട, കാലുകൾ ബന്ധിക്കപ്പെട്ട, ഇരുമ്പ് കൊണ്ട് കഴുത്ത് ബന്ധിച്ച് ജോസഫിനെ നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയാം, അവൻ അവിടെ തോൽവിയുള്ളവനായി ജീവിച്ചു എന്നല്ല, അവിടെയൊക്കെയും ജയാളിയായിരുന്നു എന്ന് ഉൽപ്പത്തി 39:2 പറയുന്നു. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, അവനെ അടിമയായി വിറ്റുകളഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? അടിമയായി വിറ്റുകളഞ്ഞു. അവൻ അടിമയായിരിക്കുന്നതിനെ കുറിച്ച് ചരിത്രം പറയുന്നത്, അവർക്ക് അടിവസ്ത്രം മാത്രമേ ധരിക്കാൻ കൊള്ളുള്ളൂ, അവർക്ക് കഴിയുള്ളൂ, നഗ്നരായിരിക്കും അവര്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? എന്നാൽ വേദപുസ്തകനെ നോക്കിയിട്ട് പറയുക, അവൻ ജയാളിയായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ചില ആളുകളോട് ഒരു ദൂത് പറയുക ഞാൻ ആദ്യം. നിങ്ങൾ ഇന്ന് ഒരുപക്ഷെ നിങ്ങളുടെ കാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലോ, അല്ല കഴുത്ത് ഇരുമ്പിനാൽ ബന്ധിക്കപ്പെട്ട സാഹചര്യത്തിലോ ആയിരിക്കാം. അല്ല, നീ ചിലപ്പോൾ ഒരു അടിമയെ പോലെ കഴിയുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കാം നീ ഇരിക്കുന്നത്. പക്ഷേ ദൈവത്തിന് നിന്നോട് പറയാനുള്ളത്, നിങ്ങൾ തോൽവിയിൽ തുടരാൻ പോകുകയല്ല, നിങ്ങൾ തോൽവിയിൽ തുടരാൻ പോകുകയല്ല. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ശബ്ദമേർത്തി ഹല്ലേലൂയ പറയാവോ?
അതിന്റെ നടുവിലും നിന്നെ ജയാളിയാക്കി നിർത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. എന്റെ ഭാഷയിൽ പറയട്ടെ, the worst scenario, the worst ആയ സാഹചര്യം, കൈകാലുകൾ ബന്ധിക്കപ്പെട്ടു, അടിമ, പക്ഷെ വേദപുസ്തകം പറയുന്നു അവിടെ അവൻ ജയാളിയാണ്. നിന്റെ സാഹചര്യമല്ല നിന്റെ ജയത്തെയും വിജയത്തെയും തീരുമാനിക്കുന്നത്, പകരം എന്റെ ദൈവമാണ് നിന്റെ ജയത്തെയും വിജയത്തെയും തീരുമാനിക്കുന്നത്. നിന്നെ മനുഷ്യർക്ക് ചങ്ങലക്കിടാം, മനുഷ്യർക്ക് നിന്നെ അടിമയാക്കാം, പക്ഷേ നിന്റെ ജയത്തെയും പരാജയത്തെയും തീരുമാനിക്കുന്നത് എന്റെ ദൈവമാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? നിങ്ങളും ഞാനും സാഹചര്യങ്ങളെ പഴിച്ചു ജീവിക്കുന്നവരാണ്. ഞാൻ അങ്ങനെയായിരിക്കുന്നു, ഞാൻ ഇങ്ങനെയായിരിക്കുന്നു, ഞാൻ ഇങ്ങനെ. സഹോദരങ്ങളെ, സാഹചര്യങ്ങളല്ല നിന്റെ വിജയത്തെ തീരുമാനിക്കുന്നത്, പകരം നിന്റെ കൂടെ നിൽക്കുന്ന ദൈവമാണ് വിജയത്തെ തീരുമാനിക്കുന്നത്. ചിലരോടുള്ള ദൂത, സാഹചര്യത്തെ നോക്കി ജീവിക്കുന്നവൻ പരാജയപ്പെടുമ്പോ ദൈവത്തിലേക്ക് നോക്കുന്നവൻ വിജയത്തിലേക്ക് കയറും. നിന്റെ സാഹചര്യമല്ല വിജയത്തെ തീരുമാനിക്കുന്നത്, നിന്റെ കൂടെയുള്ള ദൈവമാണ് വിജയത്തെ തീരുമാനിക്കുന്നത്. എന്റെ കൂടെ എത്തിയോ? ഞാൻ ഒന്നും കൂടെ വാചകം പറയട്ടെ. നിന്റെ സാഹചര്യമല്ല നിന്റെ വിജയത്തെ തീരുമാനിക്കുന്നത്. നമ്മൾ അങ്ങനെയല്ല വെച്ചിട്ടുള്ളത്, നമ്മൾ അങ്ങനെയല്ല മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ സാഹചര്യമാണെങ്കിൽ എനിക്ക് വിജയിക്കാൻ പറ്റരുത്. നോ 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 നോ, ആബ്സല്യൂട്ട്ലി നോ, ആബ്സല്യൂട്ട്ലി നോ. വിജയം തീരുമാനിക്കുന്നത് നിന്റെ കൂടെയുള്ള ദൈവമാണ്. നിന്റെ കൂടെ ആരാണുള്ളത്? ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ വിജയത്തെ തീരുമാനിക്കുന്നത് സാഹചര്യമല്ല. സാഹചര്യം എന്തോ ആകട്ടെ, സാഹചര്യം ഏതോ ആകട്ടെ, നിന്റെ ജയം നിനക്ക് സുനിശ്ചിതമാണ്. കാരണം നിന്റെ കൂടെ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങൾ എന്താ കാണുന്നത്? നിങ്ങളുടെ ലൈഫിലെ സാഹചര്യത്തെയാണോ കാണുന്നത്, ദൈവത്തെയാണോ കാണുന്നത്? Come on, tell me. ഞാനും നിങ്ങളും പറയും സാഹചര്യമാണ് വലുത്. അല്ല, സാഹചര്യത്തെ കാണുന്നവൻ പരാജയപ്പെടുമ്പോ കൂടുള്ള ദൈവത്തെ കാണുന്നവൻ വിജയത്തിലേക്ക് കയറിക്കൊണ്ടേയിരിക്കും. ഒപ്പം എത്തിയോ? എന്റെ അടുക്കൽ വരുന്ന ആളുകൾ സാഹചര്യങ്ങൾ പറയുന്നവരാണ്. ഞാൻ ഇങ്ങനെയാണ്, ഇതാണ്. നോ നോ നോ. അവരെ നോക്കി എനിക്ക് സഹതാപം തോന്നാറുണ്ട്. അവരെ നോക്കിയിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കൂടുള്ള സാഹചര്യത്തെ നോക്കിയിട്ട് ജീവിതത്തെ അവസാനിപ്പിക്കാതെ കൂടുള്ള ദൈവത്തെ അറിഞ്ഞ് ആ സാഹചര്യത്തിലും ജീവിക്കാൻ തുടങ്ങുക. അതിലും വിജയിക്കാൻ തുടങ്ങുക. അതിലും ജയിക്കാൻ തുടങ്ങുക. ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ വലിയവൻ എന്നോടൊപ്പം ചലിക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും പരാജയത്തിലായിരിക്കത്തില്ല. സകലത്തെയും നിയന്ത്രിക്കാൻ കഴിയുന്ന, സകലത്തിനും മുകളിലായിരിക്കുന്ന ഒരു ദൈവശക്തിയാണ് എന്നോടൊപ്പം ചലിക്കുന്നത്. നിങ്ങളോടൊപ്പം ചലിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല, അസാധാരണമായ ജയത്തിന് ഉടമകളാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദറെ, ഈ സിസ്റ്ററിന്റെ പേര് ശൈലജ. കുമാരപുരം എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. സിസ്റ്ററിന് 3 ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. 3ാമത്തെ തവണ 3 ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഇതൊരു അസാധാരണ ജന്മമാണല്ലോ. 3 പ്രാവശ്യം അറ്റാക്ക് ഉണ്ടായി. പറ. 3ാമത്തെ തവണ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതിനെ തുടർന്ന് ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി 14 ദിവസം സിസ്റ്റർ ഹോസ്പിറ്റലിൽ കിടന്നു. ട്രീറ്റ്മെൻറ്റിന് ശേഷം സിസ്റ്റർ മടങ്ങിപ്പോയെങ്കിലും ചെസ്റ്റ് പെയിനോ ശ്വാസം മുട്ടലോ മാറിയിരുന്നില്ല. കൂടാതെ കാലുകളിലേക്ക് സർക്കുലേഷൻ ഇല്ലാത്തത് കാരണം മരവിപ്പായിരുന്നു. കഴിഞ്ഞ മാസം സിസ്റ്റർ ചർച്ചിലേക്ക് വന്ന ദിവസം തന്നെ ബ്രദർ ദൂത് പറഞ്ഞു. സിസ്റ്ററിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ മുഴുവൻ ശരിയാകുകയാണെന്ന് പറഞ്ഞു. സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്, അന്ന് കർത്താവ് തൊട്ടു, സിസ്റ്ററിൻ്റെ ചെസ്റ്റ് പെയിൻ അന്ന് തന്നെ മാറി, ശ്വാസം മുട്ടൽ മാറി. ഇപ്പോൾ സ്റ്റെപ്പിൽ കൂടെ ഓടിക്കയറാം, സിസ്റ്ററിന്റെ എല്ലാ ജോലികളും ചെയ്യാൻ കഴിയുന്നു എന്നാണ്. ഞാൻ അന്ന് ഇതിലെ ഇറക്കും നടത്തുകയൊക്കെ ചെയ്തയാള് അല്ലേ അമ്മേ? അന്ന് അമ്മയോട് ഞാൻ ഇറങ്ങിപ്പോയി കയറി വരാൻ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല ബ്രദറെ കയറാന്ന് പറഞ്ഞ ആള് അല്ലേ? ഇപ്പോഴാണ് ആളെ പിടികിട്ടി. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. അന്ന് സൗഖ്യമായി. പറ. സൗഖ്യമായി. അന്ന് പിടിവിക്കപ്പെട്ടു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ.
ഈ അമ്മ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എൻ്റെ അടുക്ക വന്നേ. ഞാൻ അമ്മയോട് ദൂത് പറഞ്ഞിട്ട് അമ്മയോട് താഴോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ ഒക്കത്തില്ല. പക്ഷെ അന്ന് മുതൽ ഇറങ്ങിയതാണ്. ഇപ്പൊ ഓടും, സ്റ്റെപ്പ് കൂടെ ഓടിക്കയറും. അടിപൊളി. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച് സ്റ്റെപ്പ് കൂടെ ഓടിക്കയറും. നിങ്ങളെന്താ സന്തോഷമില്ലാതിരിക്കുന്നേ? 3 പ്രാവശ്യം അറ്റാക്ക് വന്നു. 3 പ്രാവശ്യം മരണത്തിന്റെ പിടിയിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷിച്ചു. ഒന്ന് എഴുന്നേറ്റൊരു നല്ല കൈയടി കൊടുക്കാൻ കർത്താവിനെ. ഇത് കർത്താവിന്റെ കരുണയാ, ഇതാരുടെയും കഴിവല്ല. The mercy of God. This is the mercy of God. ഈ അമ്മയുടെ കൂടെ ആരാ വന്നിട്ടുള്ളേ? അമ്മ ഒറ്റയ്ക്കാണോ വന്നേ? അമ്മയ്ക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയായിരുന്നു എന്ന് പറയാമോ അമ്മ? എന്നോട് അന്ന് പറഞ്ഞത് കാലിങ്ങനെ പൊങ്ങി അടുത്ത സ്റ്റെപ്പ് വരത്തില്ല, അങ്ങനെയല്ല എന്നോട് പറഞ്ഞേ. കാലെടുത്ത് മടക്കി വെക്കണമെങ്കിൽ ഒരാളിന്റെ സഹായം വേണമായിരുന്നു. എനിക്ക് കാലൊറ്റയ്ക്ക് എടുത്ത് വെക്കാൻ പറ്റൂല. അതായത് ഒരു കാലെടുത്ത് ഇങ്ങനെ വെക്കണമെങ്കിൽ ഒരാളെ സഹായം വേണം. അപ്പൊ എന്റെ ഒരു ചേച്ചിയുടെ മോൻ ജോജോ എന്ന് പറയുന്ന അവന്റെ ഇതിലാണ് ഞാൻ ഇവിടെ വന്നത്. ജോജോ കൊണ്ടുവന്നു. അടിപൊളി. ഓക്കെ ഓക്കെ. അവനാണ് എൻ്റെ അടുത്ത് പറയുമായിരുന്നു, എന്തെങ്കിലും സുഖമില്ലാതെ ആയതോടും കൂടെ ആദ്യത്തെ അറ്റാക്ക് വന്നപ്പോൾ തന്നെ എൻ്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ച് പോയി. അവർ രണ്ടുപേരും എന്നെ അന്വേഷിക്കുകയില്ലായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര വിഷമാണല്ലോ. ആദ്യത്തെ അറ്റാക്ക് കഴിഞ്ഞപ്പോൾ 2 മക്കൾ ചേട്ടേച്ചു പോയി. ചിന്തിക്കാൻ വയ്യ. നിങ്ങളത് ചിന്തിച്ചു നോക്കിയേ. അറ്റാക്ക് വന്നപ്പോൾ അപ്പൻ മക്കളെല്ലാം ഇട്ടിച്ചു പോയി. ചിന്തിക്കാൻ വയ്യ. നമുക്കത് വിശ്വസിക്കാൻ പ്രയാസമോ? സത്യമാണോ അമ്മ പറയുന്നത്? ആരുമില്ല അമ്മയുടെ കൂടെ. നിങ്ങളെല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് രൂപ കൊടുത്തേ അമ്മയ്ക്ക്. ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. ധൈര്യപ്പെട്ടു. പിശാച് അപഹരിച്ചതെല്ലാം ദൈവം നമുക്ക് മടക്കി തരും. ഒരു നല്ല ആമേൻ പറഞ്ഞേ. ഈ അമ്മയ്ക്ക് നേരെ കരമുയർത്തിയേ. ഉപേക്ഷിച്ചവർ ഒരുമിച്ച് ഈ സ്റ്റേജിൽ വന്ന് സാക്ഷ്യം പറയണം. ഒറ്റപ്പെടുത്തിയവർ ഒരുമിച്ച് ഈ സാക്ഷ്യം പറയണം. തന്നെ തള്ളി പറഞ്ഞവർ ഒരുമിച്ച് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. അതിനായി ദൈവശക്തി ആവരിക്കണം. അപ്പൊ അമ്മ ഇവിടെ വന്നത് ഒരാളുടെ സഹായത്താലായിരുന്നു എന്ന് പറഞ്ഞ് ഈ കാലെടുത്ത് വെക്കാൻ പറ്റത്തില്ലായിരുന്നു. അമ്മ തിരിച്ചു പോയത് ആരുടെ സഹായം ഇല്ലാതെയായിരുന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. അത് കർത്താവിന്റെ മേഴ്സിയാ അല്ലേ? ഇങ്ങോട്ട് വന്നത് ഒരാളുടെ സഹായത്തില്, അങ്ങോട്ട് പോയത് തിരിച്ച് ഒറ്റയ്ക്ക് ഓടിപ്പോയി. ഇപ്പൊ സ്റ്റെപ്പ് ഓടിക്കയറും. ഇനി ഈ ഹാർട്ടിനെ ആരും തൊടരുത്. ഈ ഹാർട്ട് ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. ദൈവകൃപയിൽ അമ്മ വളരട്ടെ. ഒരു ക്ഷീണം അമ്മയ്ക്ക് വരാതിരിക്കട്ടെ. ഉപേക്ഷിച്ചു എന്ന് പറയുന്ന മക്കൾ കർത്താവിനെ സേവിക്കുവാനും ഞങ്ങളോടൊപ്പം വരുവാനും അവിടുത്തെ അത്ഭുത കരം തൊടട്ടെ. ദൈവത്തിൻ്റെ അത്ഭുത കരത്തിനായി നന്ദി പറയാം. ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും അത് പല സാക്ഷ്യങ്ങളെ ഉളവാക്കുന്നതാണ്, വിശ്വാസത്തെ ഉളവാക്കുന്നതാണ്, ജീവിക്കുന്നൊരു ദൈവത്തെ നമ്മളോട് വിളിച്ചു പറയുന്നതാണ്. നമ്മുടെ ലൈഫിലും ആ ജയത്തിൻ്റെ അല്ലെങ്കിൽ ആ സാക്ഷ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കാൻ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും കർത്താവെ നിൻ്റെ കൃപ ചലിക്കണമപ്പാ, സാന്നിധ്യം ചലിക്കണമപ്പാ. ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്നോടൊപ്പം ചലിക്കുന്നത്, എൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. കർത്താവെ, ഈ കുടുംബങ്ങളിലായിരിക്കുന്നത് ഇവർ ആയിരിക്കുന്ന പരാജയത്തിൽ നിന്നും വേദനയുടെ അനുഭവങ്ങളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ അപ്പാ, പുറത്തു വരട്ടെ അപ്പാ. ഒരു ഫാം നടത്തിയിട്ട് പരാജയപ്പെട്ടു പോയൊരു വ്യക്തിയെ കാണാം. ഒരു ഫാം നടത്തിയിട്ട് പരാജയപ്പെട്ടു പോയൊരു വ്യക്തിയെ കാണാം. തനിക്ക് വേറൊരു തൊഴിൽ ചെയ്യാൻ കഴിയുന്നില്ല. താൻ ഇത്രയും കാലം ഇതാണ് ചെയ്തത്, പക്ഷേ വേറൊന്നിലേക്ക് തിരിയാൻ കഴിയുന്നില്ല. എന്നാൽ ഈ ഫാം മുൻപോട്ട് കൊണ്ടുപോകുവാനും കഴിയുന്നില്ല. ആ വ്യക്തിയോട് കർത്താവ് സംസാരിക്കുകയാണ്. എവിടെ പരാജയപ്പെട്ടോ അവിടെ ഇരട്ടി അനുഗ്രഹത്തോടെ, ഇരട്ടി നന്മകളോടെ ഉയർത്തുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. അവനിൽ ആശ്രയിച്ചാട്ടെ.
അപ്പോൾ അവരുടെ ജീവിതത്തിലായിരിക്കുന്ന ആ തകർച്ചകൾ മാറിപ്പോകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. മീൻ അതേപോലെ തന്നെ പാറ പൊട്ടിക്കുന്ന, പാറ കോരി നടത്തുന്ന ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ ലൈഫിലുമായിരിക്കുന്ന ചില പ്രതികൂല സാഹചര്യങ്ങളിൽ കർത്താവ് ആ വ്യക്തിയെ സഹായിക്കുകയാണ്. ആ വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ കൃപ ചലിക്കുകയാണ്. അപ്പോൾ ആ കുടുംബത്തെ അവിടെ നിന്ന് കരുതിയാട്ടെ അപ്പാ. യേശുവേ, ആ പ്രയാസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കണം അപ്പാ. ആ പ്രശ്നങ്ങൾ സോൾവായി പോകട്ടെ അപ്പാ. അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു അപ്പാ. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അപ്പാ, ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കണം അപ്പാ. ദൈവത്തിൻ്റെ കൃപ ചലിക്കണം അപ്പാ. ദൈവത്തിൻ്റെ കൃപ ചലിക്കണം അപ്പാ. ഒരു മോളെ എനിക്ക് കാണാം, ചെവി വേദനയായിട്ട് പ്രയാസപ്പെട്ടിരിക്കുകയാണ്, കാതിൽ വേദനയായി പ്രയാസത്തോടെ ഇരിക്കുന്നു. കർത്താവിൻ്റെ കരം സൗഖ്യമാക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവേ, കുടുംബങ്ങളിൽ അവിടുന്ന് ചലിച്ചിരിക്കാൻ നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിലും നിറവിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.